റഷ്യ ഉക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് അതീവ നിർണായകവും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉക്രൈൻ വ്യോമസേനയുടെ നട്ടല്ലൊടിക്കുന്ന തരത്തിലുള്ള കനത്ത ആക്രമണവുമായി റഷ്യൻ സൈന്യം വീണ്ടും കളം പിടിച്ചിരിക്കുകയാണ്. ഉക്രൈൻ സായുധ സേനയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക വ്യോമത്താവളങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ അത്യാധുനിക യുദ്ധ സാമഗ്രികളും റഷ്യൻ വ്യോമസേനയും മിസൈൽ പടയും ചേർന്ന് പൂർണ്ണമായും തകർത്തതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഉക്രൈൻ പാളയങ്ങളിൽ വൻ നാശനഷ്ടമാണ് റഷ്യ വിതച്ചിരിക്കുന്നത്. ശത്രുപക്ഷത്തെ അടിമുടി പിടിച്ചു കൊലുക്കുന്ന റഷ്യയുടെ മാരക നീക്കമാണ് ഇപ്പോൾ യുദ്ധമുഖത്ത് ദൃശ്യമാകുന്നത്. ഉക്രൈനിലെ ഒന്നിനു പുറകെ ഒന്നായി 149 തന്ത്രപ്രധാന മേഖലകളിലാണ് റഷ്യൻ സൈന്യം ഒരേ സമയം മിസൈലുകളും സ്ട്രൈക്ക് ഡ്രോണുകളും ഉപയോഗിച്ച് ആഞ്ഞടിച്ചത്. സൈനിക വ്യോമത്താവളങ്ങൾക്ക് പുറമെ ഉക്രൈന്റെ ഇന്ധന ഊർജ വിതരണ ശൃംഖലകളും ഗതാഗത സംവിധാനങ്ങളും ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും ഒക്കെ റഷ്യൻ പീരങ്കിപ്പട തരിപ്പണമാക്കി. ഇതോടൊപ്പം അതിർത്തികളിൽ വലിയ ഭീഷണി ഉയർത്തിയിരുന്ന ഉക്രൈന്റെ ദീർഘദൂര ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളും അവയുടെ സംഭരണശാലകളും റഷ്യൻ സേന ലക്ഷ്യം വെച്ച് തകർത്തു. ഉക്രൈൻ സൈനികർക്കൊപ്പം അവർക്ക് സഹായത്തിനെത്തിയ വിദേശ കൂലി പട്ടാളക്കാരും തമ്പടിച്ചിരുന്ന താൽക്കാലിക താവളങ്ങളും ഈ ആക്രമണത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്നാണ് വിവരം. ഇതിലൂടെ റഷ്യ തങ്ങളുടെ സൈനിക പരമാധികാരവും കരുത്തും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. യുദ്ധഭൂമിയിലെ പല മുന്നണികളിലും റഷ്യൻ പട വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. റഷ്യയുടെ സബാഡ് ബാറ്റിൽ ഗ്രൂപ്പ് ക്രാസ്നി ലിമാൻ മേഖലയ്ക്ക് പടിഞ്ഞാറുള്ള ഗൊലൂബിയ ഒസേര റിസോർട്ട് ലക്ഷ്യമാക്കി അതിവേഗം മുന്നേറുകയാണ്. ക്രാസ്നി ലിമാൻ നഗരം ഇതിനകം തന്നെ റഷ്യൻ സേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. അവിടെ അവശേഷിക്കുന്ന ഉക്രൈൻ വിഘടനവാദികളുടെ ചെറിയ സംഘങ്ങളെ തുരത്താനും ശത്രുക്കൾ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്യാനുമുള്ള വിപുലമായിട്ടുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ റഷ്യൻ സൈനികർ നടത്തുന്നത്. കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് മാത്രം ക്രാസ്നി ലിമാനിൽ 20ഓളം ഉക്രൈൻ സൈനികരെയാണ് റഷ്യൻ സേന വധിച്ചത്. ഈ യുദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഉക്രൈനെ സഹായിക്കാൻ നൽകിയ അത്യാധുനിക സംവിധാനങ്ങൾക്ക് സംഭവിച്ച തകർച്ചയാണ്. അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു HMMWV കവചിത പോരാട്ട വാഹനം, 2 പിക്കപ്പ് വാഹനങ്ങൾ, റിമോട്ട് കൺട്രോൾ വഴി പ്രവർത്തിക്കുന്ന 3 അത്യാധുനിക റോബോട്ടിക് സംവിധാനങ്ങൾ, 11 ഡ്രോൺ കൺട്രോൾ പോയിന്റുകൾ എന്നിവ റഷ്യൻ സൈന്യം പൂർണ്ണമായും തകർത്തു. അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും സാമ്പത്തിക സൈനിക പിന്തുണയോടെ റഷ്യയെ ചെറുക്കാൻ നോക്കിയ ഉക്രൈന് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ്. പാശ്ചാത്യ ആയുധങ്ങൾക്കും പണത്തിനും റഷ്യയുടെ പരമ്പരാഗത സൈനിക വീര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഈ തകർച്ച അടിവരയിടുന്നു. മറ്റു മുന്നണികളിലും ഉക്രൈൻ സൈന്യത്തിന് വൻ ജീവഹാനിയാണ് റഷ്യൻ ബാറ്റിൽ ഗ്രൂപ്പുകൾ വരുത്തി വച്ചിരിക്കുന്നത്. സെൻട്രൽ ബാറ്റിൽ ഗ്രൂപ്പുമായിട്ടുള്ള പോരാട്ടത്തിൽ 300-ലധികം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടപ്പോൾ സെവർ ബാറ്റിൽ ഗ്രൂപ്പ് 200-ലധികം പേരെയും വോസ്റ്റോക്ക് ബാറ്റിൽ ഗ്രൂപ്പ് 470-ലധികം പേരെയും വധിച്ചു. കൂടാതെ സപ്പാഡ് യുഗ് ബാറ്റിൽ ഗ്രൂപ്പുകൾ 220 വീതവും ഡ്നെപ്പർ ബാറ്റിൽ ഗ്രൂപ്പ് 60ഓളം ഉക്രൈൻ സൈനികരെയും വധിച്ചതായിട്ടാണ് ഔദ്യോഗിക കണക്കുകൾ. ചുരുക്കത്തിൽ പാശ്ചാത്യ സഹായത്തോടെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ച ഉക്രൈൻ പട റഷ്യയുടെ അതിശക്തവും ആസൂത്രിതവുമായിട്ടുള്ള വ്യോമ കരസേന നീക്കങ്ങൾക്ക് മുന്നിൽ പാടെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.